അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഈ മരണകാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിച്ചേക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രമണി, കഴിഞ്ഞ ദിവസം വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്നും വട്ടിയൂർക്കാവ് പോലീസ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലേക്ക് പോയിട്ടുണ്ട്. സംഘം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് അവിടെ എത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇറ്റാനഗർ പോലീസും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ ആര്യയെ കാണാതായതുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് സ്വദേശിനി ആര്യ എന്ന അധ്യാപികയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പിതാവ് ഒരു കംപ്ലൈന്റ് വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മരണ വാർത്ത എത്തുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായും വട്ടിയൂർക്കാവ് പോലീസ് ഈ നടപടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇറ്റാനഗറിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും നിലനിൽക്കുന്ന ദുരൂഹത എന്തിനാണ് ഈ 3 പേരും ആത്മഹത്യ ചെയ്തു എന്നതാണ്. വിദ്യാഭ്യാസപരമായും കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ എന്തുകൊണ്ട് ഈ മരണത്തിന് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തു? അത് വിചിത്രമായ തരത്തിലുള്ള മരണമായിരുന്നു. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി ചോര വാർന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ് ഈ ബ്ലാക്ക് മാജിക്കിന്റെ സ്വാധീനത്തിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസിന് പ്രധാനമായും സംശയം വരുന്നത്. ഇതിൽ നവീനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഈ നവീനിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ആരുമായും അത്ര തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉള്ള വ്യക്തിയല്ല. ഈ നവീനും ഭാര്യ ദേവികയും പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവിക. ദേവികയുടെയും നവീനിന്റെയും പ്രണയ വിവാഹമൊക്കെ ആയിരുന്നു. അപ്പോൾ വലിയ രീതി മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന കുടുംബം ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കിന്റെ ഒരു സ്വാധീനത്തിൽ പെട്ടതാണോ എന്ന ഒരു സംശയം പ്രധാനമായും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ബാലൻ മാധവന്റെ ബന്ധു തന്നെയായ സൂര്യ കൃഷ്ണമൂർത്തി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നവീനെയും നവീനിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. കൂടാതെ ഇവരുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇടപെടലുകൾ ഒക്കെ പോലീസ് വിശദമായി പരിശോധിക്കുന്നു. അതിൽ കൂടുതൽ ഈ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് ഈ പ്രധാനമായ മരണ കാരണം എന്ന ഇതിനൊരു ഉത്തരം വ്യക്തമാകും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ദുരൂഹത തുടരുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനെന്ന് പറഞ്ഞ് കോട്ടയത്ത് നിന്ന് ഇറങ്ങിയ നവീനും ദേവികയും തിരുവനന്തപുരത്ത് എത്തിയതായും ഇവിടെ തങ്ങിയതായും ഒക്കെയുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. ഇക്കാര്യത്തിലും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ തിരുവനന്തപുരത്ത് തന്നെയുള്ള വട്ടിയൂർക്കാവ് സ്വദേശി ആര്യയും ദേവികയും തമ്മിലുള്ള സൗഹൃദം, അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഈ സൗഹൃദത്തിൽ ഈ ആര്യ എങ്ങനെ ഇതിലേക്ക് വന്നു, ഇവർ പോകുമ്പോൾ കൂടെ കൂട്ടിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുള്ള സംശയങ്ങൾ പ്രധാനമായും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുക. എന്തായാലും ഈ ബ്ലാക്ക് മാജിക്കിനെ മുൻനിർത്തിയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനും ലഭിച്ചിരിക്കുന്നത്. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിവരങ്ങൾ നൽകിയത്.